നമസ്കാരം. നാട്ടിലോട്ട് ആരംഭിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 2 ആഴ്ച മാത്രമാണ് സമയം ശേഷിക്കുന്നത്. 2 ആഴ്ച എന്ന് പറയുമ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് തോന്നാം ആവശ്യത്തിന് സമയമുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ആയിരിക്കും ഈ 2 ആഴ്ച പിന്നെടുക്കുക. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു സ്വഭാവം എന്നത് നാട്ടിലെ പരിചയക്കാരായിട്ടുള്ള ആളുകൾ ആയിരിക്കും മത്സര രംഗത്തുള്ളത്. വോട്ടർമാരും ആ നിലയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് നേരിൽ കണ്ട് തന്നെ വോട്ടുറപ്പിക്കുക എന്നതായിരിക്കും ഓരോ സ്ഥാനാർത്ഥിയുടെയും ലക്ഷ്യം. അത് ഒരു തവണയായിരിക്കില്ല, 2ഓ 3ഓ തവണയൊക്കെ നേരിട്ട് വോട്ടർമാരെ കാണാൻ കഴിയുന്നത്ര ശ്രമിക്കും. കാരണം എല്ലാ വാർഡുകളിലും തന്നെ ഏതാണ്ട് 1000 ആ റൗണ്ടിൽ ആയിരിക്കും വോട്ട് എന്നത് പ്രേക്ഷകർക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര വോട്ട് ഉറപ്പിക്കുവാനുള്ള തിരക്കിൽ തന്നെയാണ് പല സ്ഥാനാർത്ഥികളും. പക്ഷേ ചില സ്ഥാനാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ നിരാശപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയായത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടേത് ഉൾപ്പെടെ പല സ്ഥാനാർത്ഥികൾക്കും ചില പിഴവുകളെ തുടർന്നൊക്കെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ചിത്രം തെളിയുമ്പോൾ 72,005 സ്ഥാനാർത്ഥികൾ ആണ് നിലവിൽ മത്സര രംഗത്ത് ഉള്ളത്. അതിൽ തന്നെ 37,786 വനിതകൾ ആണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം എന്നത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെയാണ് മത്സര രംഗത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ട് എന്ന ഡേറ്റകൾ കൂടി പുറത്തു വരുന്നത്. 34,218 പുരുഷന്മാരാണ് മത്സര രംഗത്തുള്ളത്. 2 ട്രാൻസ്ജെൻഡറുകൾ ഇത്തവണ ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. 7,786 പേർ ആണ് മലപ്പുറത്ത് നിന്ന് ജനവിധി തേടുന്നത്. കണ്ണൂർ ജില്ലയിലെ 14 വാർഡുകളിലും കാസർഗോഡ് ജില്ലയിലെ 1 വാർഡിലും LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു എന്നതുമാണ് ഏറ്റവും ഒടുവിലത്തെ ചിത്രം. അതായത് വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി നമ്മൾ വിശദമായി കടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത് റിബലുകളുടെ സാന്നിധ്യമാണ്. പലപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഇത്തവണയും അതിൽ വലിയ മാറ്റങ്ങൾ ഒന്നുമില്ല. കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള കടുത്ത പോരാട്ടത്തിൽ ആണ് UDF എങ്കിൽ UDFന് തലവേദനയാകുന്നത് കോൺഗ്രസിലെ 13 റിബൽ സ്ഥാനാർത്ഥികളാണ്. മുൻ ഡെപ്യൂട്ടി മേയർ മുതൽ കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ വരെ വിമതരായി മത്സരരംഗത്തുണ്ട്. കൂടിയാലോചനകൾ ഇല്ലാതെ നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രതിഷേധം ആണ് റിബൽ ആകാനുള്ള കാരണം എന്നാണ് ഇവരിൽ പലരും പറയുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പിൻവലിക്കാനുള്ള സമയമെല്ലാം പൂർത്തിയാകുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ മാത്രം ഏതാണ്ട് കോൺഗ്രസിന് വലിയ രീതിയിലേക്ക് വിവിധ സ്ഥാനാർത്ഥികൾ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തവണ ഒരു കൗൺസിലിംഗ് നടത്തി കുറയ്ക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ തന്നെ ഏതാണ്ട് 9ഓളം പേരാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഒപ്പം അവരെല്ലാം കോൺഗ്രസ് ഭാരവാഹിത്വങ്ങളിൽ ഉണ്ടായിരുന്നവരാണ്, മുൻ കൗൺസിലർമാരാണ്. നമുക്കൊപ്പം ജോസഫ് അലക്സ് ചേരുന്നു. അദ്ദേഹവും ഇത്തവണ മത്സരരംഗത്തുണ്ട്, പക്ഷേ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ വരാനുള്ളൊരു സാഹചര്യം എന്താണ്? 100% അർഹതയുള്ള ഒരാളാണ്. ഞാൻ ഡിവിഷനിലെ മുൻ കൗൺസിലറാണ്, UDF ചെയർമാനാണ്. എനിക്ക് 100% സീറ്റ് എനിക്ക് തന്നെയാണ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ജനറൽ സീറ്റിലാണോ? ഇപ്പോൾ ജനറൽ സീറ്റിലാണ്. വനിതാ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. മുൻ കൗൺസിലറും കൂടിയാണ് അവർ. കഴിഞ്ഞ 15 വർഷക്കാലമായി 3 ടേം അവർ കൗൺസിലറാണ്. 2 പ്രാവശ്യം അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതുപോലെ തന്നെ അവർക്ക് അദ്ദേഹത്തിൻ്റെ ഹോം ഡിവിഷൻ അടക്കം 3 സീറ്റുകൾ തൊട്ടടുത്തുണ്ട്. പക്ഷേ ഒരു പിടിവാശിയുടെയോ ഏതോ വെട്ടിനിരത്തിൻ്റെയോ ഭാഗമായിട്ട് അവരിവിടെ തുടരുകയാണ്. നേതൃത്വത്തെ എല്ലാം അറിയിച്ചിരുന്നാണോ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ജോസഫ് അലക്സ്? നേതൃത്വത്തെ അറിയിച്ചതായിരുന്നു. നേതൃത്വം മറ്റു വിധത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടായില്ല. എങ്കിലും ജില്ലാ പ്രസിഡന്റിനെ ഇന്നലെ ഞാൻ അറിയിച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച എന്തെങ്കിലും നടന്നോ? ഏതെങ്കിലും രീതിയിലൊരു ഉറപ്പോ മാറണമെന്ന് ആവശ്യപ്പെടുക എന്തെങ്കിലും ഉണ്ടായോ? മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉറച്ചു നിൽക്കുമെന്നും ഒരു 16 വർഷക്കാലമായി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് കിട്ടാവുന്ന എല്ലാ അക്കോമഡേഷനും ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിൻവലിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും ഉണ്ടായില്ല. ഇന്ന് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ അദ്ദേഹം എന്നെ വിളിച്ചില്ല. ഏതാണ്ട് 9ഓളം പേരാണ് മത്സരരംഗത്തുള്ള റിബൽസ്. എന്താണ് ഇത്തവണ കുറയുമെന്ന് പറഞ്ഞു, പക്ഷേ ഇത്തവണ കൂടുകയാണ് ഉണ്ടായത്. പൊതുവിൽ അസംതൃപ്തരാണോ ഇപ്പോഴുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പലരും?
നമ്മുടെ അടക്കമുള്ള UDF നേതാക്കൾ വൻ മുന്നൊരുക്കമാണ് നടത്തിയത്. പക്ഷേ ചില വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും ഇല്ലെങ്കിൽ റിബലായി നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട് അവരുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നേതൃത്വം തയ്യാറായിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്ഥാനാർത്ഥികൾ കൂടുന്നത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിനെല്ലാം ബാധിക്കില്ലേ? പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ പല റിബൽ സ്ഥാനാർത്ഥികളും വിജയസാധ്യതയുള്ളവരാ, അവരൊക്കെ ജയിച്ചു വരുമായിരിക്കും. മൊത്തത്തിലുള്ളൊരു വിജയത്തെ ബാധിക്കില്ലേ? അത് നേതൃത്വമാണല്ലോ അത്തരം കാര്യങ്ങളിലൊരു ചിന്തയുണ്ടാകേണ്ടത് അവർക്കാണല്ലോ. നടപടികൾ ഉണ്ടാകുമെന്നല്ലേ ഇത്? വിമതരായി മത്സരിക്കുന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്നുള്ള സൂചനയാണല്ലോ ഇപ്പോൾ വരുന്നത്. നമ്മൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. നടപടി വരട്ടെ, അത് പാർട്ടി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കട്ടെ. ഏതായാലും മത്സരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ്, മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഞങ്ങളെന്തായാലും കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാവും. എന്തൊരു മാറ്റവും ഉണ്ടാവില്ല. നിലവിലെ ഒരു പട്ടികയിൽ പലരും ഈ ജനറൽ സീറ്റിലടക്കം വനിതകൾ മത്സരിക്കുന്നതിനോട് എന്താണ്? 50% തീർത്തും വനിതാ സംവരണം. ജനറൽ സീറ്റ് ഏകദേശം ഒരു 47% ഉള്ളൂ. അപ്പോൾ 10 വർഷക്കാലത്തേക്ക് ആ പ്രദേശത്ത് പാർട്ടിക്ക് വേണ്ടി രാത്രിയും പകലുമില്ലാതെ പണിയെടുക്കുന്ന പുരുഷന്മാർ എന്ത് ചെയ്യണമെന്ന് പാർട്ടി ഒന്ന് ചിന്തിക്കണം, ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലമായി. ഈ പല വനിതകളും ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് സ്ഥാനാർത്ഥിത്വമായിട്ടാണ്. അതിനുശേഷം തീർത്തും സ്ഥിരമായ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. എന്തായാലും അദ്ദേഹം സ്ഥാനാർത്ഥി ആയിട്ട് തന്നെ തുടരും. ഏതായാലും വിജയസാധ്യതകൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതകളെ തീർച്ചയായും റിബൽ സ്ഥാനാർത്ഥികൾ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തെ അനുഭവം അത് തന്നെയായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് ഈ റിബൽ ശല്യങ്ങൾ വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്യാമറമാൻ അഖിലോട്ട് പറയ്ക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ റിബലുകൾ വലിയ തോതിൽ തിരിച്ചടി സൃഷ്ടിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ വിമതരായി നിൽക്കുന്നവരെ പുറത്താക്കും എന്ന് കെ മുരളീധരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ചുമതലയുള്ള കെ മുരളീധരൻ പറയുന്നത്. നടപടികൾ ആരംഭിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ നിൽക്കുന്നവർ കോൺഗ്രസ് പാർട്ടിക്കാരല്ല എന്നുമാണ് മുരളീധരൻ പറഞ്ഞത്. വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോൾ ഇനി റിവൽന്ന് പറയണ്ട, ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവർക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടി പുറത്താക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ നോമിനേഷൻ ഡേറ്റ്. അപ്പോൾ ഇന്ന് മുതൽ പാർട്ടിയുടെ ഭാഗത്ത് നടപടികളുണ്ടാവും. നടപടി ഉണ്ടാകും എന്നാണ് കെ മുരളീധരൻ പറയുന്നത് എങ്കിൽ ലീഗിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ അങ്ങനെയല്ല. നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ ആണ് മുസ്ലിം ലീഗ് നടപടിയെടുത്തിട്ടുള്ളത്. സ്ഥാനാർത്ഥികൾ അടക്കമുള്ള 4 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. വാരൻ ഡിവിഷനിൽ മത്സരിക്കുന്ന റയീസ് അസദ് ആദി കടലായി, വിമതനായി മത്സരിക്കുന്ന വി മുഹമ്മദ് അലി എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിൽ മാത്രമല്ല, റിബലായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടി വിട്ടിരിക്കുകയാണ് BJPയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൊച്ചി കോർപ്പറേഷനിൽ തുടർച്ചയായി 32 വർഷം കൗൺസിലറും ആയിരുന്ന ശ്യാമള എസ് പ്രഭു. മുതിർന്ന അംഗം ആയിട്ടും ജില്ലാ നേതാക്കൾ പരിഗണന നൽകിയില്ല എന്നും മുൻപ് പാർട്ടി വിരുദ്ധ സമീപനം സ്വീകരിച്ചവർക്കാണ് ഇപ്പോൾ കൂടുതൽ ഇടം നൽകുന്നത് എന്നുമാണ് ശ്യാമള എസ് പ്രഭു തുറന്നടിക്കുന്നത്. ചെറളായി വാർഡിൽ നിന്നാണ് ശ്യാമള ജനവിധി തേടുന്നത്. കൊച്ചി കോർപ്പറേഷനിലേക്ക് BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഒരു റിബൽ സ്ഥാനാർത്ഥി കൂടി വരുന്നു. പക്ഷേ അതിനേക്കാളും അപ്പുറം അതിനെ പറയേണ്ടത് BJPയുടെ മുഖമായിരുന്ന ശ്യാമള എസ് പ്രഭു, കൊച്ചി കോർപ്പറേഷൻ ശ്യാമള എസ് പ്രഭു ആയിരുന്നു. BJPയുടെ തുടക്കകാലം മുതൽ BJPക്ക് ഒരു മേൽവിലാസം എന്ന രീതിയിലെല്ലാം തന്നെ പറയാവുന്ന ശ്യാമള ചേച്ചി ഇപ്പോൾ BJPയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് റിബൽ എന്ന രീതിയിലേക്ക് മാറുകയാണ്. എന്താണ് ഒരു സാഹചര്യം? ഞാൻ ഡിവിഷൻ 5 ചെറളായി ഡിവിഷനിൽ ഞാൻ 5 തവണയും മത്സരിച്ച ആ ഡിവിഷനിൽ തന്നെ, 6 തവണ മത്സരിച്ച ആ ഡിവിഷനിൽ തന്നെയാണ്. 6 തവണ എന്ന് പറയുമ്പോൾ 30 വർഷം ഞാൻ കൗൺസിലറായിരുന്ന ആളാണ്. കഴിഞ്ഞ വർഷം 2020 ഞാൻ മാറി. ആരെങ്കിലും യൂസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മാറിയതിന് ശേഷം ഞാനൊരു സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആളാണ്, സീനിയർ ലീഡറിലാണ്. എന്നിട്ട് ഒരു പരിഗണനയും ഒരു പുല്ല് വില പോലും എന്നെ
ഈ 5 പേര് ഇപ്പം നേതൃത്വത്തിലുള്ള 5 പേര്, മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ബാക്കിയുള്ളവരും കൂടിയിട്ട് എനിക്ക് വില കൽപ്പിക്കാറില്ല. ഞാൻ 5 വർഷം അതൊക്കെ സഹിച്ചു. ഞാൻ ആരോടും ഒന്നും പറയാറില്ല, മിണ്ടാറില്ല, ഒന്നും ചെയ്യാറില്ല. പിന്നെ ഈ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വരുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ, അതായത് കോൺഗ്രസിൽ നിന്ന് വന്ന ആൾക്കാർ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ കാണാൻ വന്നു. എന്നിട്ട് എൻ്റെ ആശീർവാദം അനുഗ്രഹമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പോകാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ഗ്രൗണ്ടിൽ പോയത്. ഇവിടെ കൊച്ചുണ്ണി മാഷ് പാർക്കിൽ പരിപാടി ഉണ്ടായിരുന്നു ഒക്ടോബർ 17. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ അവർക്കൊക്കെ ഒരു വല്ലാത്ത ഹാലിളകി. അവർ അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ ശിവകുമാർ കമ്മത്താണ് അയാളുടെ പേര്. അയാൾ പാർട്ടിയിൽ ഇതിനു മുമ്പ് 3-4 തവണ സസ്പെൻഡ് ചെയ്ത ആളാണ്. 6 വർഷത്തേക്കൊക്കെ എനിക്കെതിരായിട്ട് മത്സരിച്ചിട്ട് 358 വോട്ടൊക്കെ വാങ്ങിയ ആളാണ്. അയാൾ അവിടെ വന്നിരുന്നിട്ട് സ്റ്റേറ്റ് പ്രസിഡൻറ്റ് വന്നിരിക്കണ ആ സമയത്ത് ആ സ്റ്റേജിൽ നിന്ന് വാക്കൗട്ട് നടത്തിയ അയാൾ. അത് പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എന്നോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ കണ്ട് നമസ്കാരം പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എന്നോട് ഇനിയും മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത്, ഞാൻ മത്സരിക്കുന്നതിന് മുമ്പ് അതായത് 88 മാരാർജി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് മാരാർജി എന്നോട് പറഞ്ഞത്, തിരുത്തണം, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല, അത് തിരുത്തണം, അല്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ ഞാൻ ജയിക്കണമെന്നാണ് മാരാർജി എന്നോട് പറഞ്ഞത്. ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഈ രാജീവ് ചന്ദ്രശേഖർജി എന്നോട് വീണ്ടും മത്സരിക്കണം. അപ്പം അതൊക്കെ അങ്ങനെയുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, ഈ 5 പേര് കൂടിയിട്ട് ഒത്തിരി കൊള്ളരുതായ്മകളാ ചെയ്യുന്നത്. ജില്ലാ നേതൃത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജില്ലാ പ്രസിഡന്റിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ്, മനസ്സിലായോ? ഞാൻ പിന്മാറാം, അവരെയും പിന്മാറാനായിട്ട് പറയണം. നിങ്ങൾ വേറെ ഒരു പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നിർത്തണം. അതാ ഞാൻ പറഞ്ഞു, പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തോരം സഫറിങ്സ്, എന്തോരം സമരങ്ങൾ ഇതൊക്കെ നടത്തിയ ആൾക്കാർ പാർട്ടിക്കകത്തുണ്ട്. അവരെ നിർത്താൻ പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ അത് വേണമല്ലോ. അവരെ അങ്ങോട്ട് നിർത്തുന്നതിന് മുമ്പ്, അവർ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ്, ഞാനും കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു, രണ്ടാമതൊരാളെ നിങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ പറയാം ആരൊക്കെയാണ് എന്താണെന്നുള്ളത്. പക്ഷെ അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ശക്തമായിട്ട് ഇവരുടെ അനീതിക്കെതിരെ പൊരുതേണ്ടി വന്നു. ഇവരുമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് മട്ടാഞ്ചേരിയിലെ ഒരു പ്രവർത്തകരും തയ്യാറില്ല. ഈ 5 പേരല്ലാണ്ട് വേറെ ഒരു പ്രവർത്തകരും. മണ്ഡലം ഭാരവാഹികൾ മുതിർന്ന നേതാക്കൾക്ക് ഒരു പരിഗണനയും നൽകുന്നില്ല. ഒന്നും നൽകിയ അതാണ് കാരണം. ഒരു പരിഗണന എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെയുണ്ട്, ഒന്നുമില്ല, ഒരു ചോദ്യമില്ല, അതില്ല, പറയുന്നത് ഇത്രയൊക്കെ വർഷം പരിഗണിച്ചിട്ടും വീണ്ടും മത്സരിക്കുന്നു, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത്ര തവണ എനിക്ക് സീറ്റ് തന്നതിൽ പാർട്ടിയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഒഴിഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ആളെ നിർത്തിയില്ലേ? അവിടെ നിർത്തിക്കഴിഞ്ഞിട്ട് അയാൾ കാണിക്കണം കൊള്ളരുതായ്മയ്ക്ക് ചോദിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അവിടെ ചെന്ന് ഓരോ പ്രവർത്തകരോട് ചോദിച്ചാൽ മതി, അവർ പറയും എന്താണ് കാണിച്ചു. പോട്ടെ, അതൊക്കെ പോട്ടെ, അതിപ്പോൾ ഒരു കൗൺസിലറായി കഴിയുമ്പോൾ അതാണ്, അതിലേക്കൊന്നും ഞാൻ കഴിക്കും. പക്ഷേ എന്നോട് കാണിക്കണ ഒരു ഇത്, അതൊക്കെ ഞാൻ മറുപടി എന്ന രീതിയിലാണ് അതാണ്. ഓക്കെ, ഏതായാലും ശ്യാമള എസ് പ്രഭു നിലപാട് വ്യക്തമാക്കുകയാണ്. താൻ ഒരു മുതിർന്ന അംഗമാണ്, വളരെയധികം കാലമായി പ്രവർത്തിക്കുന്നു, പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു രീതിയിലുള്ളൊരു പരിഗണനയും പിന്നീട് അങ്ങോട്ട് നൽകുന്നില്ല. പാർട്ടിയുടെ നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ മത്സര രംഗത്തേക്കെന്നാണ് ശ്യാമള എസ് പ്രഭു വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അങ്ങനെ നമ്മൾ കോൺഗ്രസിന്റെയും BJPയുടെയും വിമതരുടെ പ്രതികരണങ്ങൾ കേട്ടുവെങ്കിൽ പാലക്കാട് മണ്ണാർക്കാട് PK ശശിയുടെ അനുയായികൾ CPIMനെതിരെ മത്സരരംഗത്തുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിലെ 10 വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലെ 3 പഞ്ചായത്തുകളിലും വിമതരായി മത്സരരംഗത്തുള്ള ശശി അനുകൂലികൾ ലക്ഷ്യമിടുന്നത് CPIM സ്ഥാനാർത്ഥികളുടെ തോൽവിയാണ്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടുവെങ്കിലും KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് ഇപ്പോഴും ശശി. വിമതർക്കെതിരെ മറ്റിടങ്ങളിൽ നടപടിയെടുത്ത CPIM ഇവിടെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. മണ്ണാർക്കാട് നഗരസഭ പിടിച്ചെടുക്കാനുള്ള LDF നീക്കത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ് PK ശശിയുടെ അനുയായികൾ. 10 വാർഡുകളിൽ, മണ്ണാർക്കാട് നഗരസഭയിലെ 10 വാർഡുകളിലാണ് അവർ ജനകീയ മതേതര മുന്നണിയുടെ പേരിൽ മത്സരിക്കുന്നത്. ഈ 10 വാർഡും LDFന് മേൽക്കൈയുള്ള വാർഡുകളാണ്, അല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളാണ്.
നേരത്തെ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഇത്തവണ LDF-നുണ്ടായിരുന്ന 4 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ UDF ഭരണം പിടിച്ചത്. ഇത്തവണ അത് തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷിതമായിരുന്നു LDF ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് PK ശശിയുടെ ഒപ്പമുള്ളവർ ഈ ഒരു 10 സീറ്റുകളിൽ മത്സരിക്കുന്നത് LDF-നെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. LDF ജയിക്കാതിരിക്കാൻ പരമാവധി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന നിലപാടിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിക്കാനായില്ലെങ്കിലും LDF-നെ തോൽവി ഉറപ്പിക്കാൻ അവരുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് CPM-ന് ഇടതുപക്ഷത്തിന് ഇവിടെ തലവേദന ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് PK ശശി പരസ്യമായി പറയുന്നതെങ്കിലും PK ശശിയുടെ അനുവാദത്തോടെയാണ് ഈ ഒരു നീക്കം എന്ന കാര്യം വ്യക്തമാണ്. അതേപോലെ തന്നെ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് പുറത്ത് മണ്ണാർക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ, തിരുവിഴാംകുന്ന് ഡിവിഷനിലും, അതുപോലെ കോട്ടോപ്പാടം, കാരാക്കുറിശി, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലും PK ശശിയുടെ അനുയായികൾ മത്സരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ UDF-ന്റെ പിന്തുണയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ UDF-മായി അടുക്കാനുള്ള നീക്കത്തിലാണ് PK ശശി എന്ന് CPM വിലയിരുത്തിയിരുന്നു. എന്നാൽ PK ശശി ആവട്ടെ പാർട്ടിക്കൊപ്പമാണ്. ഏത് ബ്രാഞ്ചിലാണെന്ന് അറിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പാർട്ടി നടപടി സ്വീകരിച്ചാൽ പുറത്തു പോകാൻ റെഡിയായിട്ട് തന്നെയാണ് PK ശശി ഇരിക്കുന്നത് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ PK ശശിക്കെതിരെ നടപടിയെടുക്കാതെ ശശി സ്വയം പുറത്തു പോകുകയാണെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലാണ് പാർട്ടിയുള്ളത്. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പിന്തുണയോടെ ഒറ്റപ്പാലത്തോ ഷൊർണൂരിലോ PK ശശി മത്സരിക്കാനുള്ള സാധ്യതയും LDF തള്ളിക്കളയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഇപ്പോൾ നഗരസഭയിൽ LDF-ന് തലവേദനയായിട്ട് നഗരസഭയിൽ 10 ഡിവിഷനുകളിൽ മത്സരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഈ LDF-നെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക. മറുവശത്ത് UDF-നാകട്ടെ ഈ ഒരു PK ശശിയുടെ പിന്തുണ അല്ലെങ്കിൽ PK ശശിയുടെ ഒപ്പമുള്ളവരുടെ പിന്തുണ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. LDF-ന് മണ്ണാർക്കാട് ആത്മവിശ്വാസം നൽകുന്ന ഒരേ ഒരു ഘടകം പണ്ടത്തെ പോലെ CPM-ഉം CPI-യും 2 തട്ടിലല്ല ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ PK ശശിയുടെ ഒപ്പമുള്ളവരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ എന്ത് ചലനം സൃഷ്ടിക്കുമെന്നുള്ളത് PK ശശിയുടെ രാഷ്ട്രീയ ഭാവിയുടെ കൂടി നിർണായകമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പാലക്കാടൻ രാഷ്ട്രീയത്തിൽ. CV അനുമോദ്, ന്യൂസ് 18. ഇതാണ് മണ്ണാർക്കാട്. അതായത് ശശി അനുഭാവികൾ പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പട്ടാമ്പിയിൽ CPIM സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ട് എന്നാണ് UDF-ന്റെ ആക്ഷേപം. കളവായ കാര്യങ്ങൾ ബോധിപ്പിച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് UDF നേതൃത്വം. പാലക്കാട് പട്ടാമ്പി നഗരസഭയിലെ 25-ാം വാർഡിലെ CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് G സിനിക്കെതിരെയാണ് UDF ആരോപണം ഉന്നയിക്കുന്നത്. മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥിക്ക് 2 ഇടങ്ങളിൽ വോട്ടുണ്ടെന്നാണ് പരാതി. സിനിക്ക് അവരുടെ ഭർതൃഗൃഹമായ വിളയൂർ പഞ്ചായത്തിലെ കൊഴിഞ്ഞിപ്പറമ്പ് വാർഡിലെ വോട്ടർ പട്ടികയിലും പട്ടാമ്പി നഗരസഭയിലെ 25 സിവിൽ സ്റ്റേഷൻ വാർഡിലുമായി ഇരട്ട വോട്ടുണ്ടെന്നാണ് UDF-ന്റെ ആരോപണം. അപ്പോൾ ഈ 2 വാർഡില് ഭർത്താവിന്റെ സ്ഥലമായ വിളയൂരിൽ വോട്ടുള്ള ആള്, അതിന്റെ അർത്ഥം വരുന്നത് അവർ വിളയൂരിൽ താമസമാണെന്നുള്ളതാണ്. അപ്പോൾ പട്ടാമ്പിയിലും അവർ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഗുരുതരമായ ഒരു തെറ്റാണ്. അതിനെതിരെയാണ് UDF ഇനി റിട്ടേൺ ഓഫീസറോട് ഞങ്ങൾ പരാതി കൊടുത്തു. പരാതി റിട്ടേൺ ഓഫീസർ അത് അംഗീകരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. സൂക്ഷ്മ പരിശോധനയിൽ സിനിയുടെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് UDF പരാതി നൽകിയിരുന്നു. കളവായ കാര്യങ്ങൾ ബോധിപ്പിച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്നും ആരോപണമുണ്ട്. പത്രിക സ്വീകരിച്ച ഭരണാധികാരിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് UDF നീക്കം. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് നിന്ന് തന്നെയുള്ള മറ്റൊരു വിവരം കൂട്ടിച്ചേർക്കാനുള്ളത്, പാലക്കാട്ടെ MLA ഇപ്പോൾ നേരിടുന്ന വിവാദം എന്ത് എന്നതൊക്കെ പ്രേക്ഷകർക്ക് അറിവുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതാ എതിർപ്പുകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ശേഖരിപുരം വാർഡിൽ UDF സ്ഥാനാർത്ഥി ലിജിക്ക് വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണ രംഗത്തുള്ളത്. ഡിസംബർ 11 വരെ പ്രചാരണം തുടരും എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത്. ഡിസംബർ 11 എന്ന് പറയുമ്പോൾ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അന്ന് വരെ. 9-ാം തീയതിയാണല്ലോ ആദ്യഘട്ടം, 11-ാം തീയതി 2ാം ഘട്ടം. ചെന്നിത്തലയോ KC വേണുഗോപാലോ പറഞ്ഞതൊന്നും താൻ കേട്ടിട്ടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഇനി നമുക്ക് പാലക്കാട് നിന്നും ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ അവിടെ DCC പ്രസിഡന്റിന്റെ ബന്ധുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിനകത്ത് വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ഭാര്യ സഹോദരനാണ് മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ രംഗത്ത് വന്നതോടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് DCC നേതൃത്വം. ഇളംകുളം ബ്ലോക്കിൽ നെയ്യശ്ശേരി ഡിവിഷനിലാണ് CP മാത്യുവിന്റെ ഭാര്യ സഹോദരൻ ലാലു ജോസഫ് മത്സരിക്കുന്നത്.
കഴിഞ്ഞ 10 വർഷമായി ലാലു സംഘടനാ രംഗത്ത് സജീവമല്ല. പ്രാദേശിക നേതൃത്വം DCCക്ക് സമർപ്പിച്ച പട്ടികയിലും ലാലുവിന്റെ പേരില്ല. എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായത് ലാലു. ഇതിന്റെ ഞെട്ടലിലാണ് പ്രവർത്തകർ. കഴിഞ്ഞ 10 വർഷമായി പൊതുപ്രവർത്തന രംഗത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു ഘടകത്തിലും അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല, ഭാരവാഹിയല്ല. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയായി വന്നത്? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റിൻ്റെ അളിയനാണിത്. ആ ഒരു മെറിറ്റാണോ സ്ഥാനാർത്ഥി നിർണയത്തിൽ DCC പ്രസിഡന്റ് കാണിക്കേണ്ടതെന്നുള്ള ഒരു സങ്കടകരമായ ചോദ്യമാണ് നമുക്കുള്ളത്. എന്നാൽ തന്റെ സ്ഥാനാർത്ഥിത്വം നേതൃത്വത്തിന്റെ തീരുമാനമാണെന്നും സജീവ പ്രവർത്തകനാണ് എന്നുമാണ് ലാലുവിന്റെ പ്രതികരണം. സജീവ പ്രവർത്തനമായിട്ടെന്നുള്ള ആൾക്കാർക്കറിയാലോ. ഇതിപ്പം പാർട്ടി തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു താങ്കൾ മത്സരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു. സ്ഥാനാർത്ഥിക്കെതിരെ KPCC നേതൃത്വത്തിന് പ്രാദേശിക നേതാക്കൾ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. വിമത സ്ഥാനാർത്ഥിയും ലാലുവിനെതിരെ രംഗത്തുണ്ട്. അതേസമയം കോൺഗ്രസിലെ പടലപ്പിണക്കം ഗുണകരമാകുമെന്ന് വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിന്റേത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ മാത്രമല്ല കേട്ടോ, തൃശ്ശൂരിലും DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒല്ലൂർ സെൻട്രൽ ഡിവിഷനിലെ സീറ്റിനെ ചൊല്ലിയാണ് ഈ പോസ്റ്റർ. 20 ലക്ഷം രൂപയ്ക്ക് സീറ്റ് വിറ്റു എന്നതാണ് പോസ്റ്ററിലെ ആരോപണം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യമുണ്ട്. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിൽ ആണ് ഈ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുള്ളത്. തൃശൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത വരുന്നത്, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമം എന്ന പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് എന്നതാണ്. BJPയുടെ നിലവിലെ കൗൺസിലർ ജയലക്ഷ്മിയാണ് ഒന്നാം പ്രതി. ജയലക്ഷ്മിക്ക് ഒപ്പം രമേശിന്റെ വീട്ടിൽ എത്തിയ ഗണേഷ്, 46-ാം വാർഡിലെ സ്ഥാനാർത്ഥി സുനിൽ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. രമേശിന്റെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരം കൂട്ടിച്ചേർക്കാനുള്ളത്, വെൽഫെയർ പാർട്ടിയുടെ UDF സഹകരണത്തിൽ രൂക്ഷ വിമർശനവുമായി സുന്നി കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ്. RSSുമായി ബന്ധമില്ല, BJPയുമായേ സഖ്യമുള്ളൂ എന്ന് പറയും പോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം. ജനാധിപത്യത്തെ അംഗീകരിക്കാതെ മതരാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഖ്യം UDFന്റെ മതേതര മുഖം നഷ്ടമാക്കുന്നു എന്നാണ് SYS ജനറൽ സെക്രട്ടറി റഹമത്തുള്ള എളമരത്തിന്റെ ലേഖനത്തിൽ ആരോപിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്ര സങ്കല്പവും മതേതര രാഷ്ട്രീയവും ഒരേ പാത്രത്തിൽ വേവുന്നത് പ്രായോഗികമാണ് എന്ന് തോന്നുന്നില്ല എന്നും ഈ ലേഖനത്തിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ അതിൽ രാഷ്ട്രീയം മാത്രമല്ല കൗതുകകരമായ ചില കാഴ്ചകളും ഒക്കെ ഉണ്ടാകും. നമുക്ക് അത്തരം ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകാം. മലപ്പുറം തിരൂരിലെ ബഷീറിനും റെജീനയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് കുടുംബകാര്യമാണ്. മംഗലം പഞ്ചായത്തിലെ 4-2 വാർഡുകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി ജനവിധി തേടുകയാണ് ഈ ദമ്പതികൾ. ബഷീറിന് 15 വർഷം മുൻപത്തെ എതിരാളിയുടെ മകനെയാണ് ഇക്കുറി നേരിടാനുള്ളത് എന്ന പ്രത്യേകതയുമുണ്ട്. രാവിലെ വീട്ടുപണികളൊക്കെ ഒതുക്കി റെജീന ഇറങ്ങുമ്പോഴേക്കും ബഷീറും റെഡിയായിട്ടുണ്ടാകും. പിന്നെ ഇരുവരും പ്രവർത്തകർക്കൊപ്പം 2 വഴിക്ക് നീങ്ങും. മംഗലം പഞ്ചായത്തിലെ 4-ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് ബഷീർ. ഭാര്യ റെജീന 2-ാം വാർഡിലും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് ഭാര്യയും ഭർത്താവും. കുടുംബകാര്യം പോലെ തന്നെയാണ് ഈ ദമ്പതികൾക്ക് തെരഞ്ഞെടുപ്പും. മംഗലത്തുകാർക്കും ഇതൊരു പുതിയ വിശേഷമോ വാർത്തയോ അല്ല. പഞ്ചായത്ത് രൂപം കൊണ്ട അന്നു മുതൽ ഈ ദമ്പതികൾ മത്സരരംഗത്ത് സുപരിചിതരാണ്. പുല്ലൂണി സൗത്ത് വാർഡിലെ ജനപ്രതിനിധിയാണ് നിലവിൽ ബഷീർ. വാർഡ് വിഭജനത്തോടെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ വന്ന കേന്ദ്രങ്ങളിലാണ് ബഷീറും റെജീനയും ഇത്തവണ പോരിനിറങ്ങിയിട്ടുള്ളത്. പൊതുരംഗത്ത് സജീവമായി തുടരുന്നവർ എന്ന നിലയിൽ ഇരുവരും വാർഡുകളിൽ സുപരിചിതരുമാണ്. ഇറങ്ങിയ ഭാഗത്തൊക്കെ അൽഹംദുലില്ലാഹ് നല്ല പ്രതികരണമാണ്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്നെ അറിയാം. കുറേ കാലങ്ങളായിട്ട് ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിലും മറ്റ് പാലിയേറ്റീവിലും പല മേഖലകളിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒട്ടും പിന്നെ ബഷീറാക്കാൻ്റെ കെയർ ഓഫിലും ഒക്കെ ആയിട്ട് വന്ന കാലം തൊട്ടേ ഞാൻ ഒരു പുറത്തിറങ്ങുന്ന ആളായത് കാരണം എന്നെ നന്നായിട്ടൊരു ഇതെല്ലാവർക്കും അറിയാം. ഞാൻ മത്സരിക്കുന്നത് വാർഡ് 4 മംഗലം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും
LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട്. ഞങ്ങളെ അറിയുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വിജയിക്കുമെന്ന പ്രത്യാശ ഞങ്ങളിലുണ്ട്. 2000-ൽ വെട്ടം പഞ്ചായത്ത് വിഭജിച്ച് മംഗലം രൂപീകരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിച്ചിരുന്നു. പിന്നീട് 2010-ലും ഒന്നിച്ച് മത്സര രംഗത്തുണ്ടായിരുന്നു. ഇതിനിടയിൽ 2005-ലും 2015-ലും ബഷീർ മത്സരിച്ചു. 2005-ൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി. DIC ടിക്കറ്റിൽ മത്സരിച്ച ലീഗിലെ R. മുഹമ്മദ് മാസ്റ്ററെയാണ് അന്ന് തോൽപ്പിച്ചത്. 2010-ലും ബഷീറും റജീനയും ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിലും അന്ന് ബഷീറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അണ്ണശ്ശേരി വാർഡിൽ ജനവിധി തേടിയ മുഹമ്മദ് ബഷീറിന് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന CM റസാഖ് ഹാജിയോട് തോൽവി പിണഞ്ഞു. അതേ തെരഞ്ഞെടുപ്പിൽ ലീഗിലെ സുഹറ ടീച്ചറെ പുന്നമന വാർഡിൽ തോൽപ്പിച്ച് റജീന പഞ്ചായത്ത് അംഗമായി. ഇന്ന് CM റസാഖ് ഹാജിയുടെ മകൻ CM മുഹമ്മദ് ഹനീഷാണ് ബഷീറിന്റെ എതിരാളി. ഹനീഷും ബഷീറും മുൻപ് 2015-ൽ ഏറ്റുമുട്ടിയപ്പോൾ ബഷീറിനായിരുന്നു വിജയം. കുടുംബ വോട്ടുകൾക്കൊപ്പം വ്യക്തിബന്ധങ്ങൾ കൂടി തുണയാകുമെന്നാണ് ഈ ദമ്പതികളുടെ പ്രതീക്ഷ. ജയിച്ചാൽ ഒരേ കൗൺസിലിൽ അംഗമാകുന്ന ഭാര്യയും ഭർത്താവും എന്ന ബഹുമതി ഇരുവരും സ്വന്തമാക്കും. ന്യൂസ് 18 തിരൂർ. യെസ്, അതാണ് ബഷീറിനും റജീനയ്ക്കും ഇത് കുടുംബകാര്യമാണ് എങ്കിൽ ഒരേ കുടുംബത്തിൽ തന്നെ പെട്ടവർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയും സ്ഥാനാർത്ഥികളായൊക്കെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അവരുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കാറില്ല എന്നുള്ളതാണ് നാട്ടിലോട്ട് അവസാനിക്കുമ്പോൾ പ്രേക്ഷകരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പല രാഷ്ട്രീയ പാർട്ടികളിലും സ്ഥാനാർത്ഥികളാകും. അതുകൊണ്ട് അവരുമായുള്ള ബന്ധുത്വവും സൗഹൃദവും ഒന്നും നഷ്ടപ്പെടാതിരിക്കുക. നാട്ടിലോട്ട് പൂർണ്ണമാകും. നമസ്കാരം.